കൈത്താക്കാലം 7-ാം വ്യാഴം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. സ്വാഭാവിക മനുഷ്യജീവിതത്തിൽ അസാധ്യമായ കുറേ ഉപദേശങ്ങളാണ് ഇന്നത്തെ വായനയിലുള്ളത്. പരസ്പരം സ്നേഹിക്കാനും അയൽക്കാരെ സ്നേഹിക്കാനുമൊക്കെയുള്ള ഉപദേശങ്ങൾ പഴയ നിയമത്തിൽ കാണാം. എന്നാൽ പുതിയ നിയമത്തിൽ ശത്രുവിനെ സ്നേഹിക്കാനും അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും ഒരു ചെകിട് തടിക്കുന്നവന് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കാനും തുടങ്ങി 9 ഉപദേശങ്ങൾ ഒറ്റ ശ്വാസത്തിൽ നമ്മുടെ മുമ്പിൽ നിർത്തി വച്ചിരിക്കുകയാണ് ഈശോ. കുരിശിൽ കിടക്കുമ്പോൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടുന്ന് ഇതിനെ മാതൃക കാട്ടിത്തന്നിട്ടുമുണ്ട്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നാം എല്ലാം ദൈവപിതാവിൻ്റെ മക്കളാണെന്നതിനാൽ പിതാവ് മനുഷ്യരുടെ കരുണ കാണുന്നത് പോലെ നാമും കരുണ കാണിക്കണമെന്ന് ഈശോ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത്. കാലാകാലങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കിയ അനേകം യേശു ശിഷ്യരുണ്ടല്ലോ. ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധ സ്തേഫാനോസ് തുടങ്ങി ഇന്നുവരെ അനേകർ ആ പാത പിന്തുടർന്നു. പീഡിപ്പിച്ചവർ തന്നെ അവരുടെ മാതൃക കണ്ട് മാനസാന്തരപ്പെട്ട കഥകളുമുണ്ട്. വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ഘാതകർ സമന്ത സിംഗ് ഇതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായി ഇന്നും നമുക്കിടയിലുണ്ട്. ആമേൻ.